ഒരുപക്ഷെ ഒരു കമ്പ്യൂട്ടറിൻ്റെ ശരിയായ പ്രവർത്തനം എങ്ങനെയാണെന്ന് അറിയാമായിരുന്നെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു സീരിയൽ കില്ലർ ഇന്നും പിടിക്കപ്പെടില്ലായിരുന്നു. നഗരത്തിലെ പ്രശസ്തനായ ഒരു ഡോക്ടർ തൻ്റെ സുഹൃത്തിൻ്റെ അടക്കം ജീവനെടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അതെ, ഒരുപാട് പേരുടെ ജീവനെടുത്ത സീരിയൽ കില്ലർ ഡോക്ടർ ഹാരോൾഡ് ഷിപ്മാൻ്റെ ഞെട്ടിക്കുന്ന കഥയാണിത്. വെറും 30,000 ആളുകൾ മാത്രം താമസിക്കുന്ന ഇംഗ്ലണ്ടിലെ ഹൈഡ് എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണം. അവിടെ ഏകദേശം 27 വർഷത്തോളം ഇയാൾ കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. 250-ലധികം ആളുകളെ കൊന്നതിന് ശേഷവും ഡോക്ടർ ഹാരോൾഡ് ഷിപ്മാനെ ആരും സംശയിച്ചിരുന്നില്ല. ഒരു ചെറിയ തെറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അയാളെ സംശയിക്കുകയോ പിടികൂടുകയോ ചെയ്യുമായിരുന്നില്ല. എന്തായിരിക്കും ഇത്രയും അധികം ആളുകളെ കൊല്ലാനുള്ള കാരണം? എന്തുകൊണ്ടായിരിക്കും ഇത്രയും കാലം അയാൾ പിടിക്കപ്പെടാതിരുന്നത്? ഇത്രയും വർഷങ്ങളെടുത്ത് നടത്തിയ കൊലപാതകങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് തെളിയിക്കാൻ പോലീസിന് എന്ത് സൂചനയായിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക? കഥകളുടെ മായലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈഡ് പട്ടണത്തിലെ 30,000 ആളുകളിൽ 3,000 ആളുകളും ഷിപ്മാൻ്റെ രോഗികളായിരുന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായം ചെന്ന രോഗികളുടെ മരണത്തിൽ ആളുകൾക്ക് സംശയമുണ്ടാകില്ല എന്ന കാരണത്താൽ ഇത്തരം രോഗികളായിരുന്നു ഷിപ്മാൻ്റെ ലക്ഷ്യം. ഇയാൾ തുടർച്ചയായി ഇവരുടെ വീടുകളിൽ പോവുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവർ പറയുന്ന ഓരോ ചെറിയ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്ന ഇയാൾ അവർ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ അവരിലുണ്ടാക്കി. ഇത് ഡോക്ടറുമായി രോഗികൾക്ക് വളരെ അടുത്തൊരു ബന്ധമുണ്ടാക്കുന്നതിന് കാരണമായി. ചില രോഗികൾ ഡോക്ടറെ വളരെയധികം വിശ്വസിച്ചിരുന്നു. സ്വന്തം വീടിൻ്റെ താക്കോൽ പോലും ചിലർ ഡോക്ടറെ ഏൽപ്പിച്ചിരുന്നു. പക്ഷെ അപ്പോഴെല്ലാം ഈ ഡോക്ടർ അവരെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആരൊക്കെ ഏതൊക്കെ സമയത്താണ് ഒറ്റയ്ക്കാകുന്നത്, അവർക്ക് എത്ര സ്വത്ത് വകകളുണ്ട്, അവരുടെ വീട്ടിൽ ആരൊക്കെയാണ് വന്നു പോകുന്നത്, അവരുടെ ബന്ധുക്കൾ എവിടെയാണ്, ഇതെല്ലാം അയാൾ മനസ്സിലാക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ തൻ്റെ ലക്ഷ്യത്തിനൊത്ത ഒരാളെ കിട്ടിയാൽ അയാൾക്ക് മരുന്നിൻ്റെ ഓവർഡോസ് നൽകിക്കൊണ്ടായിരുന്നു ഷിപ്മാൻ കൊന്നിരുന്നത്. പ്രായം ചെന്ന രോഗികളായതുകൊണ്ട് തന്നെ ആരും അവരുടെ മരണത്തിൽ ഒരു സംശയവും പ്രകടിപ്പിച്ചിരുന്നില്ല. പക്ഷേ അയാളുടെ പ്രവൃത്തിയിൽ ആ ഒരു ചെറിയ തെറ്റ് സംഭവിക്കുന്നതുവരെ അയാളെ പിടികൂടിയില്ല എന്ന് മാത്രമല്ല, ഒരാൾ പോലും സംശയിച്ചതുമില്ല. ഹൈഡ് പട്ടണത്തിൽ നിന്നും 70 കിലോമീറ്റർ അകലെയുള്ള പോണ്ടിഫ്രാക്റ്റ് എന്ന നഗരത്തിലായിരുന്നു ഷിപ്മാൻ്റെ കരിയറിൻ്റെ തുടക്കം. പിന്നീട് 1974 ടോഡ് മോഡലിലേക്ക് പോയി. അവിടെ ഒരു ഹോസ്പിറ്റലിൽ ജനറൽ പ്രാക്ടീഷണറായിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു. അവിടുത്തെ ജോലിക്കിടയിൽ തന്നെ രോഗികൾക്ക് അമിത അളവിൽ പെത്തിഡിൻ പ്രിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരുന്നു. പെത്തിഡിൻ ഒരു വേദന സംഹാരിയാണ്, പക്ഷേ അത് ഭയങ്കര അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഷിപ്മാൻ പെത്തിഡിൻ അഡിക്റ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മരുന്ന് പോലും ആവശ്യമില്ലാത്ത തൻ്റെ രോഗികൾക്കും ഷിപ്മാൻ മനഃപൂർവ്വം പെത്തിഡിൻ നൽകിക്കൊണ്ടിരുന്നു. ഇതുമൂലം രോഗികൾ അഡിക്റ്റഡ് ആവുകയും ഷിപ്മാൻ്റെ അടുത്തേക്ക് വീണ്ടും വീണ്ടും വരാൻ തുടങ്ങുകയും ചെയ്തു. പക്ഷേ ഇത് ഹോസ്പിറ്റൽ അധികാരികൾ പിടികൂടി അയാളുടെ മെഡിക്കൽ ലൈസൻസ് ക്യാൻസൽ ചെയ്യുകയും പുറത്താക്കുകയും ചെയ്തു. കുറച്ചു കാലം ഡി അഡിക്ഷൻ സെൻറ്ററിൽ കിടന്നിരുന്ന ഷിപ്മാനെ ആളുകൾ മറന്നു തുടങ്ങിയപ്പോൾ 1974 ഹൈഡ് പട്ടണത്തിലേക്ക് താമസം മാറി. വീണ്ടും അവിടെ ഒരു ഹോസ്പിറ്റലിൽ GP ആയി പ്രാക്ടീസ് തുടങ്ങി. ഈ സമയത്തും അയാൾ തൻ്റെ അഡിക്ഷൻ ഉപേക്ഷിച്ചിരുന്നില്ല. മാത്രമല്ല, രോഗികളെ കൊല്ലാനുള്ള അവസരം തേടി നടക്കുകയുമായിരുന്നു. പക്ഷേ കൊലപാതകങ്ങൾ വളരെയധികം വർദ്ധിച്ചത് 1993 തൻ്റെ സ്വന്തം ക്ലിനിക്ക് ആരംഭിച്ചത് മുതലാണ്. തുടർന്നുള്ള കുറച്ച് വർഷങ്ങളിൽ അയാൾ ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ 1998 മാർച്ചിൽ ആദ്യമായി ഷിപ്മാനെതിരെ ഒരു സംശയം ഉയർന്നു. ഷിപ്മാൻ്റെ ക്ലിനിക്കിനടുത്തുള്ള മറ്റൊരു ഹോസ്പിറ്റലിലെ ഡോക്ടറായ ഡോക്ടർ ലിൻഡ റെയ്നോൾഡ് ഷിപ്മാൻ്റെ രോഗികളിലെ ഉയർന്ന മരണനിരക്കിൽ സംശയം പ്രകടിപ്പിച്ചു. ഷിപ്മാൻ്റെ ക്ലിനിക്കിനേക്കാൾ 3 ഇരട്ടി രോഗികളുണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ വെറും 14 മരണങ്ങൾ മാത്രമാണ് നടന്നിരുന്നത്. എന്നാൽ ഷിപ്മാൻ്റെ ക്ലിനിക്കിലാകട്ടെ അത് 16 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. മരണപ്പെട്ട 16 രോഗികളെയും സംസ്കരിക്കുന്നതിന് പകരം കത്തിക്കുകയാണ് ചെയ്തതെന്ന് കൂടി അറിഞ്ഞപ്പോൾ സംശയം വർദ്ധിച്ചു. ഡോക്ടർ ലിൻഡ ഇതെല്ലാം ഒരു റിപ്പോർട്ടായി സമർപ്പിച്ചു. ഈ 16 രോഗികളിൽ ഭൂരിഭാഗവും വീടുകളിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയ വൃദ്ധ സ്ത്രീകളായിരുന്നു. മാത്രമല്ല, മരണസമയത്ത് അവർ ഷിപ്മാൻ്റെ അപ്പോയിൻമെൻറ്റിലായിരുന്നുവെന്നും ഇതൊന്നും യാദൃശ്ചികമല്ലെന്നും കണ്ടെത്താൻ കാരണം ഡോക്ടർ ഷിപ്മാൻ്റെ രോഗികൾ മരണസമയത്ത് നല്ല വസ്ത്രം ധരിച്ച് ഒരു കസേരയിലിരുന്ന് വിചിത്രമായ രീതിയിലായിരുന്നു മരണപ്പെട്ടിരുന്നത്. മാത്രമല്ല, ഈ സമയത്തെല്ലാം ഡോക്ടർ ഷിപ്മാൻ രോഗികളുടെ വീട്ടിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ മരണം ആദ്യമായി റിപ്പോർട്ട് ചെയ്തിരുന്നത് ഡോക്ടർ ഷിപ്മാൻ ആയിരുന്നു. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ ഷിപ്മാനെതിരെ പോലീസിന് വ്യക്തമായ തെളിവുകളൊന്നും കണ്ടെത്താനായില്ല. ഒരു മാസത്തിന് ശേഷം ഈ അന്വേഷണം അവസാനിപ്പിച്ചു. ഡോക്ടർ ഹാരോൾഡ് ഷിപ്മാൻ്റെ രോഗികൾ മരിക്കുമ്പോൾ അദ്ദേഹം തന്നെ ഫോം ബിയിൽ ഒപ്പിടാറുണ്ടായിരുന്നു. രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർ ഒപ്പിടേണ്ട ഫോമാണ് ഫോം ബി. പക്ഷെ മറ്റൊരു ഡോക്ടർ ഒപ്പിടേണ്ട ഫോം സിയിലും ഷിപ്മാൻ്റെ സുഹൃത്തുക്കളായ ഡോക്ടറോ അല്ലെങ്കിൽ അയാളെ സംശയമില്ലാത്ത ആളുകളോ ആയിരുന്നു ഒപ്പിട്ടിരുന്നത്. ഷിപ്മാൻ്റെ അവസാന ഇര ഹൈഡിൻ്റെ മുൻ മേയറായ 81 വയസ്സുള്ള കാത്ലീൻ റാൻഡി ആയിരുന്നു. 1998 ജൂൺ 24 അവരുടെ വീട്ടിൽ വെച്ച് അവർ മരണപ്പെട്ടു. ഇവിടെയും ഡോക്ടർ ഷിപ്മാൻ ആയിരുന്നു കാത്ലീൻ അവസാനമായി ജീവനോടെ കണ്ട വ്യക്തി. പിന്നീട് അദ്ദേഹം മരണ സർട്ടിഫിക്കറ്റിൽ ഒപ്പിടുകയും മരണകാരണം വാർദ്ധക്യമാണെന്ന് എഴുതുകയും ചെയ്തു.
കാത്ലീൻ്റെ മകൾ അഭിഭാഷകയായ ആഞ്ചല വുഡ്രഫ് തൻ്റെ വീട് ഡോക്ടർ ഷിപ്മാൻ എഴുതി കൊടുത്തതായി ഒരു വിൽപ്പത്രം കണ്ടെത്തിയപ്പോൾ അമ്മയുടെ ദുരൂഹ മരണത്തിൽ സംശയം തോന്നി. ഡോക്ടർ ഷിപ്മാൻ കുടുംബവുമായി വളരെ അടുപ്പമുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ വിൽപ്പത്രത്തിലൊരു വീട് ലഭിച്ചതിൽ കാര്യമായ സംശയമൊന്നും തോന്നിയില്ല. പക്ഷേ തൻ്റെ അമ്മയ്ക്ക് 2 വീടുകളുണ്ടെന്ന് ആഞ്ചലക്ക് അറിയാമായിരുന്നു. രണ്ടാമത്തെ വീടിനെക്കുറിച്ച് അറിയാത്ത ആരോ ആണ് വിൽപ്പത്രം തയ്യാറാക്കിയതെന്ന് മനസ്സിലായി. വീണ്ടും അന്വേഷണം ആരംഭിച്ചു. കാത്ലീൻ്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ശരീരത്തിൽ അമിതമായ ഹെറോയിൻ്റെ അംശം കണ്ടെത്തി. എന്നാൽ ഷിപ്മാൻ പറഞ്ഞത് കാത്ലീൻ ഹെറോയിൻ അഡിക്റ്റഡ് ആയിരുന്നു എന്നാണ്. താൻ ചികിത്സിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് തൻ്റെ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തിയിരുന്നുവെന്നും ഷിപ്മാൻ പറഞ്ഞു. എന്നാൽ അവിടെയാണ് ഷിപ്മാന് തെറ്റ് സംഭവിച്ചത്. കാത്ലീൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ മരണകാരണം കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഫയൽ എഡിറ്റ് ചെയ്ത ഡേറ്റ് കമ്പ്യൂട്ടറിൽ ഓട്ടോമാറ്റിക്കായി സേവ് ചെയ്യപ്പെടുമെന്നുള്ള കാര്യം ഷിപ്മാൻ അറിയില്ലായിരുന്നു. മാത്രമല്ല ഷിപ്മാൻ്റെ ടൈപ്പ് റൈറ്ററുകളിൽ ചില അക്ഷരങ്ങൾ കേടുപാട് സംഭവിച്ചിരുന്നു. അതേ തെറ്റ് വിൽപ്പത്രത്തിലും കണ്ടെത്തി. തുടർന്ന് ഷിപ്മാനാണ് കുറ്റവാളി എന്ന് കണ്ടെത്തുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീടുള്ള അന്വേഷണങ്ങളിൽ ഏകദേശം 210ഓളം കൊലപാതകങ്ങൾ ഷിപ്മാൻ ചെയ്തതായി കണ്ടെത്തി. പക്ഷേ തൻ്റെ സഹതടവുകാരനോട് താൻ ഏകദേശം 500ഓളം കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ഷിപ്മാൻ സമ്മതിച്ചു. എന്നാൽ ഇത്രയും പേരെ കൊല്ലാനുള്ള കാരണം എന്താണെന്ന് ഷിപ്മാൻ ഇതുവരെ വ്യക്തമാക്കിയില്ല. ചിലർ പറയുന്നത് ഇയാളൊരു സൈക്കോ ആണെന്നാണ്. മറ്റു ചിലർ പറയുന്നത് അത് പണമുണ്ടാക്കാനുള്ള ഒരു മാർഗമായിരുന്നുവെന്നും.